റീസെൻ്റായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ കുറച്ച് ലീക്ഡ് കൺസെപ്റ്റ് ആർട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൺസെപ്റ്റ് ആർട്ടൊക്കെ ലീക്ക് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഐ മീൻ കണ്ടിട്ടുണ്ടാവും. സോ ഒരുപാട് പേര് ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും വലിയ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആക്ച്വലി അത് മാർവലിൻ്റെ ഒഫീഷ്യൽ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ലീക്കായിരിക്കുന്നതാണ്. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർവൽ ഡൂംസ്ഡേയെക്കുറിച്ച് കുറച്ച് കൺസെപ്റ്റ് ആർട്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ചാണ് റിലീസായിരിക്കുന്നത്. സോ അതിനെക്കുറിച്ചുള്ള മൊത്തം ഒരു ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ആർട്ടിൽ കാണിച്ചിരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ 3 ഹൾക്സിനെയാണ്. അതായത് നമ്മുടെ മാർക്ക് റഫലോയുടെ നോർമൽ ഹൾക്കും, പിന്നെ നമ്മുടെ ജെനിഫർ ലോറൻസിൻ്റെ ഷീ ഹൾക്കും, പിന്നെ ഹൾക്കിൻ്റെ മകനായിട്ട് ഷീ ഹൾക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്കാറും. ഇതിൽ നമ്മുടെ ഹൾക്കൊക്കെ ഒരുമാതിരി ഒരു കിങ്, ഐ മീൻ പഴയ കാലത്തുള്ള ആൾക്കാരെ പോലെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുള്ള പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇത് ഡൂംസ്ഡേയിൽ നമ്മുടെ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മുടെ ഹൾക്കിൻ്റെ തന്നെ ഒരു സ്ഥലം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതായത് ഹൾക്കുകൾക്ക് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ട്. സോ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, മൊത്തം ഹൾക്ക് തന്നെയാണ്. അതായത് പച്ച കളറുള്ള മനുഷ്യർ തന്നെയാണ്, മൊത്തം ഹൾക്ക് തന്നെയായിരിക്കും. ഇതേപോലെ തന്നെയാണ് സീക്രട്ട് വാർസിൽ നമ്മുടെ ഡൂം മൊത്തം വേൾഡ്, ഐ മീൻ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹൾക്കുകൾക്ക് വേണ്ടി മാത്രം ഒരു വേൾഡ് തന്നെ, ഐ മീൻ ഒരു പ്ലേസ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് എല്ലാ ഹൾക്കുകളും ജീവിക്കുന്നത്. സോ അതേപോലെ ഒരു സ്ഥലമായിരിക്കാം ഇത്. അവിടെ ചിലപ്പോൾ ഒരു കിങ്ങോ അല്ലെങ്കിൽ അവിടെ ഒരു ഷെറീഫിനെ പോലുള്ള ഒരാളായിരിക്കാം നമ്മുടെ ഈ മാർക്ക് റഫലോയുടെ ഹൾക്ക്. സോ ഒരു കാര്യം ഏതാണ്ട് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. അതായത് 2015 ഇറങ്ങിയിരിക്കുന്ന സീക്രട്ട് വാർസ് കോമിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഡൂംസ്ഡേയും സീക്രട്ട് വാർസ് ഏതാണ്ട് വരാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് അതേപോലെ തന്നെയാണ് മൊത്തം കോൺസെപ്റ്റായിട്ട് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡൂമിൻ്റെ ഒരു ലുക്ക്, ഐ മീൻ ഒരു ഫസ്റ്റ് ലുക്കും കാണിച്ചിട്ടുണ്ടാവും. അതിൽ സീക്രട്ട് വാർസിൽ എങ്ങനെയാണ് ഗോഡ് എംപറർ ഡൂം ഒരു വൈറ്റ് സൂട്ടിൽ ഉണ്ടായിരുന്നിട്ടുള്ളത്, അതേപോലെ തന്നെ ഒരു സൂട്ടിലാണ്. ഐ മീൻ ഒരു ഗോഡ് ലെവൽ ഗോഡ് എംപറർ ഡൂം തന്നെയായിട്ടായിരിക്കും ഡൂംസ്ഡേയിലും ഐ മീൻ സീക്രട്ട് വാർസിലൊക്കെ ഡൂമിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെയാണ് അടുത്തൊരു കോൺസെപ്റ്റ് ആർട്ടിൽ ഇതേപോലെയുള്ള കിങ് ആയിട്ടുള്ള നമ്മുടെ ഡൂം ആ സൂട്ടിൽ ഇരിക്കുമ്പോൾ പുള്ളിയുടെ അടുത്ത് തന്നെ ആൾക്കാരുള്ള ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റൂ ഇത് ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. അതായത് ആ കോമിക്കിൽ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഷെരീഫ് സ്ട്രേഞ്ച് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഡോക്ടർ ഡൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം അധികാരം എടുക്കാനുള്ള പവർ ഉള്ളത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനാണ്. അവിടെ പുള്ളിക്ക് മാത്രമായിരിക്കും കഴിഞ്ഞ വേൾഡിനെ കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആർക്കും ആ വേൾഡുകളെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ഉണ്ടാവില്ല. ആ വേൾഡിലുള്ളവർക്ക് എല്ലാവർക്കും ഡൂമായിരിക്കും ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു ക്രിയേറ്റർ. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ദൈവമായിരിക്കും ഡൂം. പക്ഷേ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് മാത്രമേ എല്ലാ കാര്യങ്ങളും അറിയത്തുള്ളൂ. പക്ഷേ ഡൂമിന് മാത്രമേ ഈ വേൾഡ് വീണ്ടും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രിൻസസിനെ പോലെ ഒരാളെ കാണാൻ പറ്റൂ. ആക്ച്വലി അത് സൂസ്റ്റോം ആവാനാണ് സാധ്യത. അതായത് സീക്രട്ട് വാർസിൽ നമ്മുടെ ഡൂം ഈ വേൾഡ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റീഡ് റിച്ചർഡ്സിൻ്റെ ഭാര്യയായിട്ടുള്ള സൂസ്റ്റോമിനെ പുള്ളിയുടെ വൈഫാക്കി മാറ്റും. അതായത് പുള്ളിക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു. അതായത് പുള്ളി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവളെ പുള്ളിയുടെ ഭാര്യയാക്കി റീഡ് റിച്ചർഡ്സിൻ്റെ മക്കളെ പുള്ളിയുടെ മക്കളായിട്ടും, അതായത് ഫ്രാങ്ക്ലിനെയും വലേറിനെയും പുള്ളിയുടെ മക്കളായിട്ട് തന്നെ മാറ്റും. പിന്നെ ഈ കൺസെപ്റ്റ് ആർട്ടിൽ ഒരു കുറ്റവാളിനെ ആരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പോലെ കാണാൻ പറ്റൂ. ഇത് നമ്മുടെ എലീന ബെല്ലോയുടെ ബ്ലാക്ക് വിഡോ ആവാനാണ് ചാൻസ്. ചിലപ്പോൾ സീക്രട്ട് വാർസിൽ നമ്മുടെ തോറിൻ്റെ തന്നെ ഒരു ഗ്യാങ്ങിനെയാണ് ഒരു പോലീസ് ഫോഴ്സിനെ പോലെ ഡോക്ടർ ഡൂം വെച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇതിൽ ബ്ലാക്ക് വിഡോ, ഐ മീൻ ഈ ഡൂംസ്ഡേയിൽ ബ്ലാക്ക് വിഡോസിൻ്റെ ഗ്യാങ്ങിനെ ഒരു പോലീസ് ഫോഴ്സിനെ പോലെ ചിലപ്പോൾ ഡൂം വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ എലീന ബെല്ലോയുടെ ബ്ലാക്ക് വിഡോ ചിലപ്പോൾ ഒരു ബൗണ്ടി ഹണ്ടർ ആയിരിക്കാം. ഈ പുള്ളിയുടെ മുകളിൽ എന്തെങ്കിലും ബൗണ്ടി ഉണ്ടാവും, അങ്ങനെ പിടിച്ച് കൊണ്ടുവന്നതായിരിക്കാം. പിന്നെ കൺഫേംഡ് ആയിട്ടുള്ള വേറെ ഒന്നാണ് നമ്മുടെ പുതിയൊരു ബ്ലാക്ക് പാന്തറിനെ കൺസിഡർ ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് നമ്മുടെ ഷൂറിയുടെ ബ്ലാക്ക് പാന്തർ എന്തായാലും വരും, അത് നമ്മുടെ എർത്ത് 616. ചിലപ്പോൾ ഈ ഡൂംസ്ഡേയിൽ മൾട്ടിവേഴ്സിലുള്ള വേറൊരു വേരിയൻ്റ് ഓഫ് ബ്ലാക്ക് പാന്തറിനെ ഇമ്പോർട്ടൻ്റ് ആക്കി കാണിച്ചതെന്ന് വരാം. അതായത് ബ്ലാക്ക് പാന്തറിന് ഒരു മേജർ റോൾ തന്നെ സീക്രട്ട് വാർ കോമിക്സിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ എർത്ത് 616 പക്ഷേ ചിലപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും എർത്തിലെ ഒരു ബ്ലാക്ക് പാന്തറിനെ സീരിയസ് ആക്കി, ഐ മീൻ ഒരു പ്രധാനപ്പെട്ട റോളിൽ കാണിച്ചെന്നും വരാം. കാരണം ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന സൂസൻ സ്റ്റോം ഫാന്റാസ്റ്റിക് ഫോറിലെയാണ്. ഇപ്പോൾ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഫാന്റാസ്റ്റിക് ഫോറും നമ്മുടെ എർത്ത് 616 നടക്കുന്ന സ്റ്റോറിയല്ല. വേറൊരു മൾട്ടിവേഴ്സിൽ കുറച്ച് ബാക്ക്വേർഡ് ടൈം, അതായത് ഒരു 60s 80s നടക്കുന്ന പോലെ ആയിരിക്കും ആ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വേറൊരു മൾട്ടിവേഴ്സിൽ നടക്കുന്ന കഥയാണ്. സോ അവിടെ നിന്നുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഡൂംസ്ഡേയിൽ കൊണ്ടുവരുമ്പോൾ വേറൊരു ബ്ലാക്ക് പാന്തറിനെയും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നാണ് നമ്മുടെ യങ് അവഞ്ചേഴ്സിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റായിട്ട്. ഇതിൽ നമ്മുടെ സ്റ്റാർ ലോർഡും വോങ്ങും യങ് അവഞ്ചേഴ്സിൻ്റെ കൂടെ ഉള്ളത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റാർ ലോർഡ് ഗാർഡിയൻസ് ഓഫ് ദ വോളിയം 3 ശേഷം എർത്തിൽ തന്നെ ഉള്ള പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവും. സോ ഡൂംസ്ഡേക്ക് ശേഷം പുള്ളി എർത്തിൽ തന്നെ ആയിരിക്കാം. അങ്ങനെ യങ് അവഞ്ചേഴ്സിൻ്റെ ഒരു മെൻറ്റോറായിട്ട് നമ്മുടെ വോങ്ങും സ്റ്റാർ ലോർഡും ഉള്ളതുപോലെ കാണിച്ചെന്ന് വരാം. ഓഫ് കോഴ്സ് നമ്മുടെ വോങ് ഒരു സോഴ്സ് സുപ്രീമാണ്. സോ ഡൂമിനെ എതിർക്കാനൊക്കെ ആയിരിക്കാം പുള്ളി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കൺസെപ്റ്റിൽ നമ്മുടെ വൈറ്റ് വിഷനും സ്റ്റാർ ലോർഡും ഒരുമിച്ചിരുന്ന് പിസയും വെള്ളം അടിക്കുന്നൊക്കെ പോലെ കാണിച്ചിട്ടുണ്ടാവും. അഫ്കോഴ്സ് രണ്ടുപേരും ബാച്ചിലേഴ്സാണ്, രണ്ടുപേരും ഇപ്പോൾ എർത്തിൽ തന്നെയാണ്. പക്ഷേ എങ്ങനെ ഇവർക്ക് തമ്മിലുള്ളൊരു കോമ്പിനേഷൻ വരുന്ന അറിഞ്ഞൂടാ. കൺസെപ്റ്റാണ്, ചിലപ്പോൾ ഇതൊക്കെ വരണമെന്ന് പോലും ഇല്ല, ചിലപ്പോൾ വന്നെന്നും വരാം.
ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റാർലോഡ് എന്തായാലും ഇപ്പോൾ ഭൂമി തന്നെയാണുള്ളത്. ഓഫ് കോഴ്സ് വിഷനും പുള്ളിയുടെ പഴയ മെമ്മറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ വിഷൻ പഴയതുപോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഓഫ് കോഴ്സ് ഇവർ ചില്ലടിക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കൺസെപ്റ്റ് ആയിട്ട് നടക്കുന്ന പോലെ ബാറ്റിൽ വേൾഡ് ഒക്കെ ക്രിയേറ്റ് ആവോ, ഇത്രയും ഹീറോസിനൊക്കെ ഒരു ഗോഡ് ലെവലായിട്ട് നമ്മുടെ ഡോക്ടർ റൂമിന് നിൽക്കാൻ പറ്റും നോക്കൂ. അതായത് സിമ്പിളായിട്ടൊരു നടനെ കൊണ്ടുവരാതെ വീണ്ടും നമ്മുടെ RDJനെ തിരിച്ച് കൊണ്ടുവന്നപ്പോഴേ നമ്മൾ ആലോചിക്കണമായിരുന്നു അത് കുറച്ച് പവർഫുൾ വെയിറ്റ് ഉള്ള റോളാണെന്ന്. മാത്രമല്ല ഇത്രയ്ക്കൊരു പവർഫുൾ റോളാണെങ്കിൽ മാത്രമേ ഡോക്ടർ ഡൂമായിട്ട് നമ്മുടെ RDJ തന്നെ വന്നിട്ടും ഉണ്ടാവുള്ളൂ. സോ ഒരു ഡൗട്ടും വേണ്ട, ഡോക്ടർ ഡൂം ഗോഡ് എംപറർ ഡൂമായിട്ട് തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഈ ബാറ്റിൽ വേൾഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നതെന്നൊക്കെ പറഞ്ഞ് ചില തിയറീസൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.